ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ബേപ്പൂർ ഫെസ്റ്റ് കാണിക്കാനാണ് വന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. റാഫ്റ്റിംഗ്, പെഡലിങ്, പിന്നെ ആർട്ട് ഫെസ്റ്റിവല്, പലതുണ്ട് കാണാൻ. ബാക്ക്ഗ്രൗണ്ടിലല്ലേ ജനങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ ശ്രമിക്കുക അങ്ങോട്ടേക്ക് പോയിട്ട്. ഓക്കെ, പല ഭാഗത്തുനിന്നും ശരിക്കും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കയാക്കിങ്, പെഡലിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. ശരിക്കും 26ന് തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രോഗ്രാം. ചോലകളിൽ പൊളിച്ചൊരുങ്ങി ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ജസ്റ്റ് ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. ശരിക്കും ഏകദേശം സമയം ഒരു 5-5:30-6 മണിയായിട്ടുണ്ട്. നല്ല വ്യൂ കാണാൻ പറ്റും. അടിപൊളി ബീച്ച് സൈഡിലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. തുറമുഖ നഗരമായ ബേപ്പൂരിന് ജലകായിക സാഹസികതയുടെ 3 ദിനരാത്രങ്ങൾ സമ്മാനിച്ച 5ാമത് രാജ്യാന്തര വാട്ടർ ഫെസ്റ്റ്. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന ഫെസ്റ്റിവലാണിത്. ബേപ്പൂരിന് പുറമെ ചാലിയം ഓഷ്യാനസ്, നല്ലൂർ മിനി സ്റ്റേഡിയം, റഹ്മാൻ ബസാർ പാർക്ക്, രാമനാട്ടുകര ഗവൺമെൻറ് UP സ്കൂൾ, ചെറുവണ്ണൂർ വി പാർക്ക്, നല്ലളം വി പാർക്ക് എന്നിവിടങ്ങളിലും പരിപാടികൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് ടൂറിസത്തിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനായ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനോടനുബന്ധിച്ച് വാട്ടർ കയാക്കിംഗ്, സിറ്റ് ഓൺ ടോപ്പ് കയാക്കിംഗ്, ബാംബൂ റാഫ്റ്റിംഗ്, സെയിലിംഗ് റിഗാറ്റാസ്, സീ കയാക്ക് റേസസ്, കൺട്രി ബോട്ട് റേസസ്, ആംഗ്ലിംഗ് ആൻഡ് വിങ് ഫോയിലിംഗ്, അങ്ങനെ ഒരുപാട് തരം പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. മെയിനായിട്ടുള്ളതാണ് കൈറ്റ് ഫ്ലൈയിങ്. നമുക്കാണ് ഇഷ്ടം പോലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് 5 ഇൻ്റർനാഷണൽ കൈറ്റ് ഫ്ലയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാടുണ്ട്. പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള പാരാമോട്ടോറിങ്, ഫ്ലൈ ബോർഡിംഗ്, റോവിംഗ്, സർഫിംഗ്, സീ റാഫ്റ്റിംഗ്, വിൻഡ് സർഫിംഗ് ആൻഡ് സർഫ് സ്കീയിങ്, എല്ലാ അട്രാക്റ്റീവ് അഡ്വഞ്ചർ പ്രോഗ്രാംസും നമുക്ക് കാണാൻ പറ്റുന്നു. ഒരു
സിനിമാറ്റിക് ഡാൻസിൽ പങ്കെടുക്കുന്ന നിങ്ങളെ വേദിക്ക് പുറകെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സിനിമാറ്റിക് ഡാൻസിൽ പങ്കെടുക്കുന്ന നിങ്ങൾ വേദിക്ക് പുറകെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബേപ്പൂർ കൈറ്റ് ഫെസ്റ്റിവൽ അതൊരു ആഗോള തലത്തിൽ തന്നെ അറിയപ്പെട്ടു എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. അതിന്റെ ഒരു അലയൊലി എന്നോണം നമ്മൾ ഓരോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോഴും അവിടുത്തെ ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, കേരളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ അടുത്ത വർഷം ഞങ്ങൾക്കും പങ്കെടുക്കാൻ നിങ്ങളൊരു അവസരം തരണം എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ബേപ്പൂർ കൈറ്റ് ഫെസ്റ്റിവൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇനിയും വരും വർഷങ്ങളിലും നന്ദി, നമസ്കാരം. Thank you so much, Minister. കൊട്ടം വെയിലാ, നല്ല വെയിലാണോ? നല്ല വെയിലോ? Stunt Kite Championship Final
ഏതാനും നിമിഷങ്ങൾക്കകം ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. നാഷണൽ സ്റ്റണ്ട് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏതാനും നിമിഷങ്ങൾക്കകം ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. കാണികളുടെ ഏതാനും നിമിഷങ്ങൾക്കകം ഗ്രൗണ്ടിൽ നാഷണൽ സ്റ്റണ്ട് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം നടക്കുന്നതാണ്. കാണികളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്നു. कैसा था बेपुर? उदयपुर बहुत अच्छा था. बहुत अच्छा है. हम उदयपुर राजस्थान से आए हैं. राजस्थान है. और हमारा ट्रेडिशनल ट्रेन काइट है. ट्रेन काइट. ट्रेन काइट है. 150 पतंगे. कौन सा ट्रेन? कंटिन्यूस. ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന ओके ओके. अभी हो गया आपका? ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റ് एक दिखा नहीं सकता अभी. एक സമാപനം കുറിക്കുന്നത് वही है. നാഷണൽ സ്റ്റണ്ട് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം ഇവരുടെ ട്രെയിൻ രാജസ്ഥാനിലെ ടീമാണ്. ട്രെയിൻ കൈറ്റ് ആണ്. ഒരുപാട് ഒരുമിച്ച് വെച്ചതിന് ശേഷം പറപ്പിക്കുന്നതാണ് ഇവരെ പരിപാടി. ഉണ്ടല്ലേ? ഈ ആകാശ വിസ്മയ കാഴ്ചകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് വൺ ഇന്ത്യ കൈറ്റ് ടീം. അതുപോലെ തന്നെ സിക്സാക്ക് വരുന്നുണ്ട്. അതൊക്കെ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ ഇൻഡിവിജ്വൽ നമ്മൾ കാണിച്ചത്. ഇപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ. ഓക്കെ ഓക്കെ. നമ്മളൊക്കെ എടുത്തോ. സതീഷ് ഫ്രം ചെന്നൈ ഗ്രൗണ്ടിൽ നമ്മൾക്ക് വേണ്ടി ബൂമറാങ് പറത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ എടുത്തു പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി ബൂമറാങ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു സതീഷ് ഫ്രം ചെന്നൈ. കാണികളൊന്ന് ദയവ് ചെയ്ത് കൈയടിക്കുന്നു. ഇത്രയും വലിയൊരു പ്രകടനം ഒരു വ്യക്തി ചെന്നൈയിൽ നിന്നും വന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ മറീന ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട നമ്മുടെ ഈ പ്രോത്സാഹനമായിരിക്കും അദ്ദേഹത്തിന് വീണ്ടും 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 നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത്. അടുത്തത് സ്റ്റണ്ട് കൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഫാത്തിമ ജിംന. ഫീമെയിൽ ഫൈനലിസ്റ്റ് ആർ ഹംന ഫാത്തിമ ജിംന. നാഷണൽ സ്റ്റണ്ട് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കൈറ്റ് ഫ്ലൈയിങ് മത്സരത്തിന്റെ ചാമ്പ്യൻഷിപ്പ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു പട്ടമാണ്. അതിൽ നിന്നും വരുന്ന ശബ്ദം, അതിൻ്റെ അകത്ത് മോട്ടറൊന്നുമില്ല, കാറ്റ് കട്ട് ചെയ്യുമ്പോണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമാണ് അതിൽ നിന്നും പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അത് നമ്മൾ എന്താ പറയുക, നല്ല പരിശീലനം കിട്ടിയ ആളുകളല്ല പുറത്തെങ്കിൽ അത് എപ്പോഴാണ് താഴത്തേക്ക് നോക്കി വീഴുക അല്ലെങ്കിൽ എയറിൽ ക്രാഷ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും പട്ടം പറക്കുന്ന അത് അവർ വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 5ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ ഈ ഗ്രൗണ്ടിലുണ്ട്. വിയറ്റ്നാം, തുർക്കി, ഒമാൻ, മൗറീഷ്യസ് തുടങ്ങിയ 5ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്ന് കൈറ്റ് ഫ്ലൈ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഈ ഗ്രൗണ്ടിലുണ്ട്. കൂടാതെ നമ്മുടെ ഭാരതത്തിന്റെ 16ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പ്രഗത്ഭരായ ആളുകളാണ് നമ്മൾക്ക് ഇവിടെ വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. 3 ദിവസമായി നമ്മളത് മാക്സിമം ആസ്വദിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ പരിസമാപ്തിയിലേക്ക് കുറിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി സ്റ്റൺ കൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുന്നു ഹന്ന ആൻഡ് ജിന്ന. ബേപ്പൂരിൽ ശരിക്കും ഇന്നൊരു വിസ്മയം തന്നെ. 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണ് ശരിക്കും ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ശരിക്കും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. ശരിക്കും അത്രയും ഗംഭീരമാണ്. പല പ്രോഗ്രാംസ് ഉണ്ട്, കയാക്കിങ്, പെഡലിങ്, കൈറ്റ് ഫെസ്റ്റിവൽ, പിന്നെ കോമ്പറ്റീഷൻ പോലെ ഉണ്ട്, ഫൈറ്റിങ്, ഇത് കൈറ്റ് ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഒക്കെ ഇൻ്റർനാഷണൽ താരങ്ങൾ, 5 ഇൻ്റർനാഷണലും ഇന്ത്യൻ്റെ പല സ്റ്റേറ്റിൽ നിന്നും ഈ കൈറ്റ് ഫെസ്റ്റിവലിന് കൈറ്റ് പറപ്പിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇൻ്റർനാഷണൽ, വിയറ്റ്നാം, തായ്ലൻഡ്, അങ്ങനെ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒഡീസയാണ് കാണുന്നത്, ഒഡീസൻ്റെ ബാനറാണ് കാണുന്നത് പട്ടായിട്ട്. അങ്ങനെ പലതും ഉണ്ടായിരുന്നു കാണാൻ. എന്തായാലും ഞാൻ അവസാന നിമിഷമാണ് എത്തിപ്പെട്ടത്. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു.